ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇവിടുത്തെ ഒരു മെയിൻ ആളുടെ വണ്ടി ഞങ്ങൾ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വന്ന് തൂക്കി. ഫൈനലി നമ്മൾ എൻഡവർ എടുത്തിരിക്കുകയാണ്. ഹായ് ഗൈസ് നോക്കൂ, പുള്ളി ഇവിടെ ഹരിയാനക്കാരനാണ്. അപ്പം പുള്ളിയുടെ ഫാദറിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. താങ്ക് യു ഗൈസ് നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത് 2019 മുതൽ ടൈറ്റാനിയം പ്ലസ് പുഷ് സ്റ്റാർട്ട് അല്ലേ തുമ്പി? പക്ഷെ മെയിൻ ആൾക്കാർ ഇവിടെ ഇല്ല, അവരെല്ലാരും പോയി അല്ലേ? ഹായ് ഹായ് ഗൈസ് നോക്കൂ, എല്ലാവരും പഠിപ്പിച്ചു അല്ലേ ബ്രദർ? ഗൈസ് നോക്കൂ, നമ്മൾ മെയിനായിട്ട് സംസാരിച്ച പുള്ളിക്കാരൻ്റെ ബ്രദറാണ്. നാം ക്യാ ഹൈ? പർവീന്ദർ. പർവീന്ദർ എന്നാണ്. അപ്പം ഇവരുടെ വീട്ടിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം പോയായിരുന്നു. അവിടുന്ന് ലാസ്റ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇന്ന് ഡെലിവറിയാണ്. ഡെലിവറി എടുക്കാം, എന്നിട്ട് നേരെ പോവാം. കടന്നിട്ടൊക്കെ വണ്ടി നോക്കുന്നത് അല്ലേ? നമ്മൾ അങ്ങനത്തെ സർക്കസ് ചെയ്ത് കേട്ടോ. 4 ഫുഡ് റെസ്റ്റ് ഉണ്ട് വണ്ടിയുടെ. അപ്പൊ ആ 4 ഫുഡ് റെസ്റ്റ് ഇതിനകത്ത് കയറ്റാൻ ഏതെടുക്കുന്നേ? ഇതെടുക്കുന്നേ? ഫുൾ ചെളിയാ. ആണോ? ക്രോമുള്ള ലുക്ക് 4 വേണോ തുമ്പി? വേണ്ടെന്ന് വേണ്ട. ഒന്നും നോക്കുന്നില്ല, ഇവന് എടുക്കുക കേട്ടോ. ഓ ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് തിരിച്ചു വന്നു. ഗൈസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നാളെ രാവിലെ ഇപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം. അതായത് നമ്മുടെ വണ്ടികൾ ഓരോന്നായിട്ട് അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മുടെ വണ്ടി ട്രെക്ക് ചെയ്താൽ കറക്റ്റ് 9 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തും. 7 ദിവസത്തിനുള്ളിൽ എത്തും. പിന്നെ ഞാൻ ഇച്ചിരി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം സോ മെനി കാർസ്. യെസ്, ഇതൊക്കെയാണ് നമ്മുടെ വണ്ടികൾ കയറിപ്പോകുന്നത്. ഇതിൽ ഞങ്ങളെടുത്തും തുമ്പിയുടെയുമായ വാഹനങ്ങളാണ് മൊത്തം. ഇതൊക്കെ നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നു. മിസ്റ്റർ ബാബർ ഇവിടെ ഉണ്ട്. ഹായ് ബാബർ. ഹൗ ആർ യു? ഫൈൻ. യു ഫൈൻ? ഓൾസോ എല്ലാവരും ഫൈൻ ആണ്. അപ്പൊ ഇത് നമ്മുടെ ഞങ്ങളുടെ കാർ. അതെ, അക്കോഡ്. ഇതൊരു അക്കോഡ്. ഇത് തുമ്പിയുടെ പിന്നെ കൊറോള അല്ല, കൊറോള അല്ലോ, അൾട്ടിസ്. ഇതെല്ലാം തുമ്പി തന്നെ എടുത്തു തന്നെ. ഇത് ഞങ്ങളുടെ കൊറോള. ഇത് ഞാനൊന്ന് ഒരു ഓട്ടോക്കാരനായിട്ട് മുത്തം വെച്ചാൽ നാട്ടിൽ ചെണ്ടോണേ ശരിയാക്കാൻ. അത് നാട്ടിൽ ശരിയാക്കണം. പിന്നെ ഇതും നമ്മളെടുത്ത വണ്ടിയാണ്. ഇതും ക്രിസ്റ്റ. ഇനി അത് കൂടാതെ ഇത് 2019 18 ഡിസംബർ. ഇതും ഒരു ക്രിസ്റ്റ. ഓ, ഇതൊരു കണ്ടെയ്നറുണ്ടല്ലേ? പക്ഷെ കിട്ടിയില്ലോ. 1 2 3 4 5. ഏത് വണ്ടിയാ അത്? മറ്റേ നമ്മുടെ വെള്ള ഓൾട്ടീസ്. അത് പക്ഷെ കിട്ടിയില്ല. നാളെ കിട്ടി ഒരുമിച്ച് കയറ്റാം. അപ്പൊ ഇത്ര വണ്ടി ഒരുമിച്ച് പോവോ? ഇതിപ്പോ ഡ്രൈവർമാർ വരുന്നുണ്ട്, അവന്മാര് വന്ന് പിക്കപ്പ് എടുത്തോളൂ. ഇതിപ്പം ഗുർഗാമിലേക്കല്ലേ പോകുന്നേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നാളെ കിട്ടിയിട്ട് നമ്മുടെ വണ്ടിയല്ല ഒരുമിച്ച് ഒരു കണ്ടെയ്നറല്ലേ പോകുന്നത്? അതായത് 1 2 3 4 5 ഒരെണ്ണം കൂടെ കിട്ടണം. 6 വണ്ടി പോവോ ചെറുതടക്കം? വലിയ വണ്ടി 6 എണ്ണം, ചെറിയ വണ്ടി 2 എണ്ണം ആണെങ്കിൽ വലിയ 4 ചെറുത് 2. വലിയത് 4. കിതറേ ആപ്കാ ബഡാ മാലിക് കിതറേ? राहुल बिजी है? ये इधर का छोटा मालिक है। नाम है नेक्स्ट बड़ा मालिक ऋतिक रोशन है इधर का. ഗൈസ് നോക്കൂ, അതായത് നമ്മളിപ്പം വണ്ടികളെല്ലാം കയറ്റി ഇട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവും. അപ്പം നമ്മളിവിടെ നേരെ പോകുന്നത് പത്താൻകോട്ടിനാണ്. അപ്പം അതിൻ്റെ വീഡിയോസ് ഇന്നിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയ റൂട്ട് തന്നെ, നാളെ രാവിലെ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടി കയറ്റി വിട്ടോടെ ഇവിടുന്ന് ഡൽഹിയോട് വിട പറഞ്ഞ് നമ്മൾ നേരെ ഔട്ടറിലേക്ക് ടെസ്റ്റ് ആൻഡ് ഡ്രൈവിനും ബാർബറല്ല ബാബർ, പിന്നെ അതേപോലെ തന്നെ ഋത്തിക്, രാഹുൽ, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഏതാണ്ട് 1 മാസം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. 1 മാസം നമ്മൾ ഇവരെ ചെവിയുന്നില്ലേ? അല്ല, നമ്മൾ കൊടുത്തില്ലേ? ഗൈസ് നോക്കുക. അപ്പം ഇതിൽ ഈ 2ഉം ഇത് കൂടാതെ വേറൊരു സാധനം ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചില്ല. നിങ്ങൾ നാളെ രാവിലെ ഞാനത് കാണിക്കത്തുള്ളൂ. നാളെ അത് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടാണ് ആ സാധനം എടുത്തത്. അതിനെക്കുറിച്ചൊക്കെ നാളെ സംസാരിക്കുന്നതാണ്. അപ്പോൾ വണ്ടി എടുക്കാനുള്ള ആൾ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ കണ്ടത് നമ്മൾ എൻഡവർ ഡെലിവറി എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഗൈസ് നോക്കൂ, ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചയൊക്കെ ആകാറായി. അതായത് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള തന്ത്രപരമായിട്ടാണ് നമ്മുടെ എൻഡവർ നമ്മൾ ഡെലിവറി എടുത്തത്. അതിനുശേഷം നിങ്ങൾ കണ്ടത് നമ്മുടെ വണ്ടി അങ്ങനെ നാട്ടിലേക്ക് ഡെലിവറി ചെയ്തതാണ്. ഇനി ഒരു കൊറോള കൂടെ കിട്ടാണ്ട് അതും കൂടെ കഴിഞ്ഞ് ഒരുമിച്ച് ഗുർഗാമിൽ നിന്ന് നമ്മുടെ വണ്ടി കയറിപ്പോകത്തുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിപ്പം പത്താംകോട്ടിന് പോകുന്ന വഴിക്കാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ഒരു വണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്, ഫോർഡ് എൻഡവർ
ടൈറ്റാനിയം പ്ലസ് 2019 വണ്ടിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. അത് ഇതുവരെ യൂട്യൂബിലുള്ള ആരോടും പറഞ്ഞില്ല. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു റീൽസും സ്റ്റോറിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാണിക്കും. ഗൈസ് നോക്കൂ, നമ്മൾ എന്തിനാണ് പത്താങ്കോട്ട് പോകുന്നത് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു SML വണ്ടി പത്താങ്കോട്ട് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തെടുത്തായിരുന്നു. അതിൻ്റെ പേപ്പർ ശരിയാൻ 20 ദിവസം എടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനും അത് കൂടാതെ നമ്മളങ്ങനെ ഒരു അശോക് ലൈലൻഡ് സ്റ്റാലിനും കൂടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ലേ ലഡാക്ക് കില്ലർ ക്രിസ്റ്റാർ, നമ്മുടെ ഡ്രീം റൂട്ട് അങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കില്ലർ ക്രിസ്റ്റാർ ഓടിക്കാൻ പോവാണ്. അതിന് മുന്നായിട്ടൊരു കാര്യം, ഞങ്ങൾ ഇത്രയും ദിവസം ഡൽഹിയിൽ കറങ്ങി നടന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, നേരത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചത് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് പൈസ കുറവും നല്ല ക്വാളിറ്റിയുള്ള ലാർക്ക് A1 എന്ന് പറഞ്ഞ സാധനമാണ് ഇത് സെനൈസറിൻ്റെ ഒരു പുതിയ മൈക്കാണ്. ഇതൊരു പ്രൊഫഷണൽ മൈക്കാണ്. ഇതും കൂടെ എൻ്റെ കയ്യിലായപ്പോൾ ലോകത്തിറങ്ങിയ എല്ലാ മൈക്കും ഇപ്പോൾ എൻ്റെ കയ്യിലായി. അങ്ങനെ ഒച്ച പോരാ എന്ന് പറഞ്ഞ് അങ്ങനെ മൈക്കുകൾ മേടിച്ചു. ഇതിന് ഏതാണ്ട് 22,000 രൂപയും ഇതിന് 2,900 രൂപ 3,900 രൂപയാണ് ഇതിൻ്റെ വില. അങ്ങനെയായിരുന്നു സംഭവം. അപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്താ സാധനങ്ങൾ എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ എൻ്റർകുട്ടനെ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലാർക്ക് A1 എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മുടെ കയ്യിലുള്ള റോഡിൻ്റെ മൈക്കിന് തുല്യമാണ്. ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ, വളരെ ചെറുതാണ്. ഇതിൻ്റെ സൗണ്ട് വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് A1, ഇതിന് പൈസയും വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഈ പാക്ക് അല്ല ഞാൻ അന്വേഷിച്ചു പോയത്. ഇതിൻ്റെ നമ്മുടെ റോഡിൻ്റെ വയർലെസ് ഗ്രോ എൻ്റെ കയ്യിലുണ്ട്, വയർലെസ് ഗോ എന്ന് പറഞ്ഞ സാധനം. ആ ഒരു സാധനം അന്വേഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ ആ ഒരു സാധനം അവിടെ എന്നായിരുന്നു സ്ഥലത്തിൻ്റെ പേരും ഞാൻ പറഞ്ഞത്, സോനക്കച്ചല്ല, അത് നിൻ്റെ തന്ത പോയത്, മറ്റേ സോനക്കച്ചല്ലോ, വേറൊരു സ്ഥലമായിരുന്നു ആ സ്ഥലം. തുമ്പി അതിൻ്റെ പേരെന്നാ, ചാന്ദിനി ചൗക്ക് എന്നാ, ക്യാമറ കിട്ടുന്ന സ്ഥലത്തിൻ്റെ പേരെന്നാ, അവിടെ ചാന്ദിനി ചൗക്കിൽ പോയിട്ടാണ് ഇത് മേടിച്ചത്. ഇത് നീ കൈ പിടിച്ചോളൂ പിന്നെ. അപ്പോൾ ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് സെനൈസറിൻ്റെ പക്ക പ്രൊഫഷണൽ മൈക്കാണ്. അതിന് കൂടുതലുള്ള എന്തൊരു സാധനം താഴെ പോയി, സാരമില്ല. ഗൈസ്, ഇതൊരു പക്ക പ്രൊഫഷണൽ മൈക്കാണ്. അതായത് ഇത് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിന് മൈക്കിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് എല്ലാ സാധനവും ഉണ്ട് ഈ സാധനത്തിന്. അപ്പം നമ്മൾ ഇന്ന് ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് സെനൈസറിലാണ്. ഇതിൻ്റെ പ്രത്യേകിച്ചാൽ ഇതിങ്ങനെ അഴിച്ചു മാറ്റിയാൽ ഇതിൻ്റെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഞെക്കാം. ഞാൻ അടുത്തോട്ട് വരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഞെക്കുന്നൊരു സാധനം കണ്ടോ, ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ വയർലെസ് മൈക്കുകൾ വരും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതുണ്ടോ, അതേപോലെ അടുത്ത് വരും. ഇത് കണ്ടോ, ഇങ്ങനെ വരും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ ഇത് എങ്ങോട്ട് നോക്കി, ഇവിടെ മാഗ്നറ്റിംഗ് ഉണ്ട്, നമ്മുടെ ഇത് ഒട്ടിക്കാനുള്ള മാഗ്നറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ റിസീവർ, കുത്താനുള്ള റിസീവർ. പിന്നെ അതേപോലെ തന്നെ ഇത് ജർമ്മൻ ബ്രാൻഡാണ് കേട്ടോ ഈ സെനൈസർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഏത് പോർട്ടുകളാണോ ഉപയോഗിക്കേണ്ടത് ആ പോർട്ടുകളും സാധനങ്ങളും, അതായത് ലൈറ്റ്നിങ്, ക്യാമറ, അതിനുവേണ്ട എല്ലാ സാധനങ്ങളും. ഇതൊരു പവർ ബാങ്കും കൂടിയാണ്. അതുകൂടാതെ നമുക്കിതൊരു എന്താ പറയുക, നമ്മൾ വലിയ ലൈവുകളൊക്കെ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ഉപയോഗിക്കാൻ അങ്ങനെയും പറ്റും. ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. A1 ഓക്കെയാണ്. ഇറ്റ് ഈസ് വെരി നൈസ് മൈക്ക്. അപ്പം ഇത് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇത്ര നേരം വരെ നമ്മൾ DJ ആണ് നമ്മുടെ ഈ വെച്ചാക്കുന്നത്. DJ ഉപയോഗിച്ചിട്ട് അത്ര എനിക്ക് സുഖം തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് രാശിയും ഇല്ലല്ലോ ലിവിനെ, DJ രാശിയില്ല. നമ്മൾ എന്ന് ഫ്ലൈറ്റ് പുറത്ത് അന്നൊക്കെ മൂക്കും കുത്തി താഴെ കിടന്നിട്ടേ ഉള്ളൂ. അപ്പം DJ മാറ്റി ഞാൻ സെനൈസറിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്ക് ലിബിനും പ്രത്യക്ഷപ്പെടും. ഗൈസ് നോക്കൂ, ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഇരിക്കുന്നത് പത്താങ്കോട്ടാണ്. നമ്മൾ ഇരിക്കുന്നതല്ല, നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ ഒരു പെട്രോൾ പമ്പിന്റെ നേരെ ലിബിൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സെനൈസറിന്റെ മൈക്ക്. ഈ മൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഒരു സെനൈസറിന്റെ മൈക്കാണ്. ആ മൈക്കിന്റെ അത്ര ക്വാളിറ്റി ഞാൻ വേറെ ജീവിതത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ കൊച്ചു കഴിവറുടെ മോൻ എന്നാ പറഞ്ഞേ ഇത് ഊമ്പൂന്നുള്ളതല്ലേ? അല്ലേ, സത്യമല്ലേ? ഗൈസ്, നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം അക്കോടിന് പത്താങ്കോട്ട് വന്നപ്പോൾ നിന്ന് ബാത്റൂമിലൊക്കെ പോയ സെയിം സ്ഥലമാണ്. അപ്പം അവിടെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം വണ്ടി നിർത്തി ഫുൾ ടാങ്ക്. കഴിഞ്ഞ പ്രാവശ്യം എണ്ണ അടിച്ചില്ല, അപ്പോൾ അതിൻ്റെ ഇത് ഈ പ്രാവശ്യം തീർത്തു. അങ്ങനെയാണ് കാര്യങ്ങൾ. നോക്കൂ, അപ്പോൾ സെനൈസറിൻ്റെ ഞാനായിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് ചിലപ്പോൾ സെനൈസർ മേടിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മൈക്ക് മേടിച്ച് പരീക്ഷിക്കുന്നത് ഞാനായിരിക്കും. സെനൈസർ ആദ്യമായിട്ട് തെറിയട്ടെ അല്ലേ? അപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ അഭിപ്രായങ്ങളും സംഭവങ്ങളൊക്കെ നിങ്ങൾ പറയണം, എങ്ങനെയുണ്ട് മൈക്കിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. അടുത്ത ദിവസം നമുക്ക് ലാർക്ക് A1 ഉപയോഗിക്കാം. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ വണ്ടി നിങ്ങളെ കാണിച്ചു തരാം. നമ്മളെടുത്ത വണ്ടി, ഇതാണ് നമ്മളെടുത്ത നമ്മുടെ ഫോർഡ് എൻഡവർ ടൈറ്റാനിയം പ്ലസ് 2019 മോഡൽ. ഗൈസ്, ഇത് ഞങ്ങൾ കഴുകിയിട്ടൊന്നുമില്ല. ഇത് 3.2
6 ഓട്ടോമാറ്റിക് സ്പീഡാണ്. ഇതിൻ്റെ കൂടുതൽ ഞങ്ങൾക്ക് ഒരു അഡ്വാൻസ് എന്ന് വെച്ചാൽ നല്ല കിടുക്കൻ 20 ഇഞ്ച് വീലും LCയുടെ വീൽ അലോവീലും അതെ വീൽ കപ്പല്ല അലോവീല്. വേറൊരു കാര്യമുണ്ട്, കള്ളം പറഞ്ഞാൽ വിചാരിക്കും കേട്ടോ, വീൽ കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അല്ല ഒരു കാര്യം പറയട്ടെ, എങ്ങനെയാണോ ഇതിന്റെ മുന്നത്തെ RC ഓണറിന്റെ കാലിരുന്നേ അങ്ങനെയാണ് ഈ വണ്ടി ഇപ്പോഴും നിൽക്കുന്നത്. ഒന്ന് കഴുകിയിട്ട് പോലും ഇല്ല. അപ്പൊ എങ്ങനെയുണ്ട് വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോളിഷ് മറ്റേ സാധനം ചെയ്തിട്ടില്ല. അതെ ഗൈസ്, അതായത് ഇതൊരു പാനിപ്പത്തുള്ള ഒരു MLAയുടെ വെഹിക്കിൾ ആയിരുന്നു. ഇതിൻ്റെ നമ്പറിന് തന്നെ മാത്രം 41 ലക്ഷം രൂപ വിലയുണ്ട്. അതായത് HR 12Z001 എന്നാണ് ഇതിൻ്റെ നമ്പർ. ഇത് ഒറ്റ വർഷം, അതായത് എൻ്റെ വിശ്വാസം ശരിയാണ് 2019 മാത്രമല്ലേ തുമ്പി? നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ അല്ലേ? ഏത് 2019? 2019. അത് കഴിഞ്ഞ് 2.2 വന്നു. അതെന്നെ സംഭവം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. തീർന്നു. ആ കാലത്തിലാണ് VS4 നിന്ന് VS6 പെട്ടെന്ന് കൺവേർട്ട് ചെയ്യേണ്ട കാര്യം വന്നേ. അന്നപ്പം മറ്റേ ഫോർഡിന് പെട്ടെന്ന് എഞ്ചിൻ മറ്റേ ഈ സാധനം V6 മാറ്റാൻ പറ്റിയില്ല. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ലിവിൻ ഇളകിയിരിക്കുക കേട്ടോ. സത്യമായിട്ട് പറയുന്ന അങ്ങനെ സാധനം 2.2 ആക്കി. ഈ സാധനം എന്ന് വെച്ചാൽ 3.2 പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ ഇത് എഞ്ചിൻ എങ്ങനെ വേണം ട്യൂൺ ആക്കാം. 2.2 ഒരിക്കലും നമുക്ക് എഞ്ചിൻ അത് പറഞ്ഞു കൊടുക്കണേ, പാക്കഡ് എഞ്ചിനാണ്. അത് നമുക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടി പറ്റൂല. 2.2 പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ഇത് പൊളിയുന്നുണ്ട്. അത് വൃത്തിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പൊളിച്ചടിക്കാനുള്ള പ്രശ്നം. 10 ഗിയർ 3.2 ആ ഗിയർ ബോക്സിന്റെ പ്രശ്നം വരുന്നില്ല. അതാണ് ഈ വണ്ടി ശ്രദ്ധിച്ചുപയോഗിക്കണം ഏത് വണ്ടി ആയാലും. കാരണം ഇത് അത്രയും പവർ ഉണ്ട്. 3200 cc ആണ്. അതായത് നമ്മുടെ ഐഷർ ബസ്സിൻ്റെ അത്ര CC ഉണ്ട്. അതിൽ കൂടുതൽ 200 cc കൂടെ കൂടുതലാണ് ഈ കാണുന്ന ഫോർഡ് എൻഡവർ എന്ന് പറഞ്ഞാൽ. കഴിച്ച് നോക്കൂ, ടൈറ്റാനിയം പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഫെസിലിറ്റി വളരെ കുറവാണ്. അതായത് ഹിൽ ഹോൾഡ് ഉണ്ട്, സ്നോ ഉണ്ട്, മഡ് ഉണ്ട്, അങ്ങനത്തെ ആ ഓപ്ഷൻ കുറേ ഉണ്ട്. പിന്നെ പാർക്കിംഗ് മറ്റേ സ്വിച്ച് നോക്കിയാൽ തന്നെ പാർക്ക് ചെയ്യും. പിന്നെ അതുപോലെ പുഷ് ബട്ടൺ ഉണ്ട്. പിന്നെ 2 സീറ്റും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആണ്. ഓൾ ടൈം ഇത് 4x4 ആണ്. സാധാ വണ്ടി പോലെ അല്ല. സാധാ വണ്ടി നമ്മൾ 4x4 ഇടണം. ഈ വണ്ടി ഓൾ ടൈം, അതായത് റോഡിൽ കൂടി വില മാത്രം പറയുന്നില്ല. കാരണം വെച്ചാൽ അത് ഡൽഹി കച്ചവടം ചെയ്യുന്നവരെ ബാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊരു കിഡിലും പൈസയ്ക്കാണ് കിട്ടിയ. അതായത് അത്യാവശ്യം നല്ലൊരു വിലക്കുറവിലാണ് ഈ വണ്ടി കിട്ടിയത്. പക്ഷേ ആ വണ്ടി നമ്മൾ പറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ വണ്ടിയുടെ വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ ആ വില അന്വേഷിച്ച് ഡൽഹി വണ്ടി എടുക്കാൻ വരും. അപ്പോൾ ബാക്കിയുള്ള കച്ചവടക്കാരെ അത് ബാധിക്കുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെയുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാൻ നേരത്തെ നിങ്ങൾക്ക് ആ പൈസയ്ക്ക് വണ്ടി കിട്ടും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ചെണ്ടയായിരിക്കും, അല്ലെങ്കിൽ മദ്ദളമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അല്ല, നിങ്ങൾ ഒന്നേ ചെണ്ട അല്ലെ മദ്ദളം, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾ വീണ വായിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് പത്താങ്കോട്ട് പോകാനുണ്ട്. പത്താങ്കോട്ട് നമ്മുടെ ആർമി ട്രക്കിൻ്റെ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ സംസ്കാർ വാലി ടു ലേ അല്ല കില്ലർ കിസ്താർ ഓടിച്ച് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. തുമ്പി വരാൻ ഒരു താല്പര്യമില്ല. ലാസ്റ്റ് തുമ്പിനെ ഭീഷണിപ്പെടുത്തി ശപിച്ച് പ്രാഗി മുടിച്ച് തേച്ച് കഴുകിയാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞ അരകലിലെടുത്ത് എറിയുന്ന. അപ്പം തുമ്പി ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഏജൻറ് അല്ലാതെ വേറെ ഏജൻറ് ഉണ്ടായിരുന്നു ലാസ്റ്റ്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ എടുത്ത് അങ്ങനെയാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞല്ലേ. ഇതെടുക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം പോയി നമ്മള്? 4 പ്രാവശ്യം. ഈ MLA ഞങ്ങൾ ഭയങ്കര കൂട്ടായി. MLAയുടെ വണ്ടിയായിരുന്നു. ഇതൊരു MLAയുടെ വണ്ടിയായിരുന്നു. ഈ ഇവിടെ എന്നൊക്കെ പറഞ്ഞ MLA MP അങ്ങനെ രാഷ്ട്രീയക്കാർ ഭയങ്കര പിടിപാടാ. നമ്മുടെ നാട്ടിത്തോലൊന്നും അല്ല. നമ്മളൊക്കെ അറിയാതെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവര് ഇറക്കിയൊക്കെ വിടും. ഇതെന്ന് വെച്ചാൽ അവരോട് സമിതമായി സംസാരിച്ച് തുമ്പിച്ചേട്ടൻ കറക്റ്റായിട്ട് MLA തന്നെ നമുക്ക് നമ്പർ കിട്ടി. അങ്ങനെ MLAനെ വിളിച്ച് പതപ്പിച്ച് നമുക്ക് സാധനം വണ്ടി കിട്ടി അല്ലേ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ വണ്ടിയിലേക്ക് വരാം. അതായത് ഇത് ഇതിന്റെ ഒറിജിനൽ വീലല്ല, ഇത് ഇവർ ഇട്ടിരുന്ന വീലാണ്. ആകെ ഇതിൻ്റെ അകത്ത് മാറ്റിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 2 ടയറും പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ട് ഫ്രണ്ടിലെ. ഈ സാധനം പിന്നെ ഇവർ ഫുള്ള് പുതിയ കിറ്റ് കയറ്റിയതാണ്. അതായത് ഈ കാണുന്നത് പുതിയ സംഭവങ്ങൾ അവർ ചെയ്താക്കുന്നതാണ്. ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, ഒരു കാര്യം പറയാം. ഇത് ജെന്യുവൻ കിലോമീറ്റർ
വണ്ടി എത്ര ഓടി എന്നുള്ളതല്ല നിങ്ങൾ നോക്കണ്ടേ. അതെ. വണ്ടി കമ്പനി കയറ്റി ഹിസ്റ്ററി ഉണ്ടോ, വണ്ടി കമ്പനി പണിയെടുത്തിട്ടുണ്ടോ, അതാണ് നോക്കണ്ടേ. അല്ലാതെ വണ്ടി എത്ര ഓടി എന്ന് പറഞ്ഞ് കൊള്ളുവെന്നല്ല. വണ്ടി പക്കയായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 10 ലക്ഷം ഓടിയ വണ്ടിയാണേലും വണ്ടിയായിട്ട് തന്നെ നിൽക്കും അല്ലേ. ഗൈസ് ഇതിന്റെ ഒരു സൈഡ് 300 കിലോമീറ്റർ മുമ്പ് ലാസ്റ്റ് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ ഈ വണ്ടി. 300 കിലോമീറ്റർ. 2 ചെറിയ ക്ലെയിം ഉണ്ട് വണ്ടിക്ക്. ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞു തന്നെയാണ് എടുത്തത്. കാരണം അല്ല ക്ലെയിം ഇല്ല, ഇങ്ങനെയൊന്നുമില്ല. ഇത് മീറ്റർ തിരിയോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ സെൻസർ മറ്റേ സാധനം മറ്റേ മൊഡ്യൂൾ കൊണ്ടുപോയി ചെക്ക്, മൊഡ്യൂൾ എന്നല്ല അതിനെന്നാ തുമ്പി പറയുന്നത്, സ്കാനർ, അതുകൊണ്ട് പോയി ചെക്ക് ചെയ്തെടുത്താണ്. അതായത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് തുമ്പി ഇല്ലേ, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഈ വണ്ടിയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കമ്പനി മാറ്റിയതാ. അതെ, കമ്പനി മാറ്റി. ഈ ഇതിന്റെ ഇത്ര വലിയ വീലായതുകൊണ്ടേ ഇത് ഒന്ന് ഗ്ലാസ് മാറ്റിയത്. ഇപ്പൊ ഒരു ചെറിയൊരു ചിഹ്നലും കൂടെ ഉണ്ട്. ഇത് കണ്ട് ഇവിടെ ഒരു ചെറിയ ചിഹ്നലും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരനും ഇതേപോലെ തന്നെ ഇവിടുന്ന് എൻ്റെ ഒരു എടുത്തോണ്ട് പോയിട്ട് പാവം പുള്ളി സേലത്ത് എത്തിയപ്പോഴത്തേക്കും ഉംബൽസ്കിയ അല്ലേ നടുവരെയായി പോയി, കാരണം ഒരു കല്ല് വന്നടിച്ച്. അപ്പോൾ ഇത് അങ്ങനെയാണ്. പിന്നെ ഇത് പനോരമിക് സൺറൂഫ് ഉള്ള മോഡലാണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് വരാൻ നേരത്ത് ഇതിൻ്റെ ബേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാത്ത പരിപാടികളില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ പോകുന്നു, ഇതേപോലെ തന്നെ പൊങ്ങും. കഴിഞ്ഞ ദിവസം എനിക്ക് ഔത്തും പറ്റിയെന്നേ, ഇപ്പം കൈ കൊണ്ട് പിടിച്ച് അടയ്ക്കുക. ഇതിന്റെ മോട്ടർ പോയാനെ 20 ഇഞ്ചിന്റെ ടയർ കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു ടയർ വണ്ടി. അതെ, ഡൽഹിയിൽ നിന്ന് ഒരു ടയർ സ്പെയർ മേടിച്ച് നമ്മുടെ വണ്ടിയിൽ ഇട്ടുണ്ട്. 20 ഇഞ്ചിന്റെ ടയർ കിട്ടാത്തതുകൊണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് ഫോൾഡ് ആവും, അപ്പാവും, ഡൗൺ ആവും, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ സീറ്റിൻ്റെ പരിപാടികൾ. 2 സബ് വൂഫർ ഉണ്ട് ഈ വണ്ടിയിൽ. ഭയങ്കര രസമാണ് പാട്ട് കേൾക്കാൻ. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് അതുപോലത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ അതിൽ ഇന്ത്യയിലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാരണം തൂത്ത് വൃത്തിയാക്കണം. ഡൽഹിയിലെ പൊടിയാണിത്, ഡൽഹിയിലെ പൊടിയാണ്. ഇതുണ്ടോ ഇവിടെ ഈ സ്വിച്ച് മാറിയിരിക്കുന്നു. സ്വിച്ച് ഞെക്കിയിട്ട് ഇത് എനിക്ക് ഇതിന്റെ അകത്ത് സഞ്ചരിച്ചിട്ട് കേറിയിട്ട് ഫോർച്യൂണർ ഒന്നും അല്ല. അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ട് സ്പെക്കാണ് അല്ലേ തുമ്പി? തുമ്പി എന്നാ പറയാനുള്ളത്? പറയാനില്ല, ഒരിക്കലും പറയാൻ പറ്റൂല. ഇതാണ് ഇച്ചിരി കൂടെ രണ്ടും കമ്പാരിസൺ ചെയ്യുന്ന വണ്ടികളാണ്. ഫോർച്യൂണറിന് കമ്പാരിസൺ വരുന്നത് അതിന്റെ ഒന്നുമില്ല. 10 സ്പീക്കർ അതിനകത്ത് കിടക്കുന്നത്, 10 സ്പീക്കർ. അതായത് ഫീച്ചർ വൈസും മ്യൂസിക് പവർ വൈസും ഇതിനാണ് റിലയബിലിറ്റി കൂടുതൽ അല്പം ഫോർച്യൂണർ. ഇതിന് മെയിൻ്റെനൻസ് വന്നാൽ മെയിൻ്റെനൻസ് വരും. മെയിൻ്റെനൻസ് വന്നാലല്ല, ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് ഒന്നും ഫോർച്യൂണറിലില്ല. ഇപ്പം പാനോറമിക് സൺറൂഫ് ഇല്ല, പിന്നെ ഓട്ടോ പാർക്കിംഗ്, 10 സ്പീക്കർ പ്ലസ് ആംപ് പ്ലസ് സബ് വൂഫർ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും. പിന്നെ മറ്റേ ഇതില്ലല്ലോ, നമ്മുടെ ഓട്ടോ പാർക്കിംഗ് ഇല്ല. പിന്നെ മറ്റേ ഹിൽ ഹോൾ അങ്ങനത്തെ കുറെ മഡ്ഡസിന് അതൊന്നും ഇല്ലല്ലോ. ഒന്നുകൂടെ ഒരു പടി മുന്നിലില്ല അല്ലേ. എന്നാൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് അറിയില്ലാത്ത കുറേ സംഭവങ്ങൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഞാൻ സെക്കൻഡ് റോ കാണിച്ചു തരാം. അതായത് റിയർ എ സിയും ഫ്രണ്ട് എ സിയും. ഇവിടെ 2 ഡബിൾ ടൂൺ എ സിയാണ്, ഇവിടെ വേറെ എ സിയാണ്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് സാധനങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫ്രണ്ടിൽ സെറ്റ് ചെയ്തുണ്ട്. ഇതുപോലെ പനോരമിക് സൺറൂഫ് നമ്മൾ ബസ്സിലൊക്കെ കണ്ടിട്ടില്ല, ഓരോ സീറ്റിന്റെ അടിയിൽ എ സി അതുവരെ ഉണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ അത് കൂടാതെ ഇതുണ്ട്, ഇവിടെ ഒരു സെപ്പറേറ്റ് എ സി വിൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു സാധനമുണ്ട് ഇത്. പിന്നെ അതേപോലെ അവിടെയുണ്ട്. പിന്നെ അതേപോലെ ഇവിടെയും സംസാരിക്കാൻ മൈക്കുകൾ, സാധനങ്ങൾ, കുക്ക് ചെയ്യാൻ സാധനങ്ങൾ, ബേക്കിലും എ സിയുടെ വിൻഡുകൾ, സാധനങ്ങൾ. ഇതൊക്കെ ഞങ്ങളുടെ സാധനങ്ങളാട്ടോ മൊത്തം. ഇതൊക്കെ ഞങ്ങളുടെ ക്യാമറ ആക്സസറീസ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എത്ര യാത്ര ചെയ്താലും ഇതിനൊരു ക്ഷീണമില്ല കേട്ടോ. അക്കോഡ് ഇതായിട്ട് കമ്പയർ ചെയ്യില്ല കേട്ടോ. ഇതാ പൊന്നു മോനെ, അക്കോഡാണ്. പക്ഷെ അക്കോഡിന് മൈലേജ് ഇല്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര മൈലേജ് ആണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 13 കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലേ തുമ്പി, ഒരു 13 കിട്ടി. 13 എത്ര എണ്ണ അടിച്ചെന്നറിയോ? ഞാനല്ല അടിച്ചത്. എത്ര 4500 5000 രൂപയ്ക്ക് കണ്ട് എണ്ണ അടിച്ച ഇവിടം വരെ എത്തി. പത്താങ്കോട്ട് വരെ. ഡൽഹിയിൽ നിന്ന് പത്താങ്കോട്ടിന് എത്ര കിലോമീറ്റർ? 600 500 590 കിലോമീറ്റർ ഉണ്ട് പത്താങ്കോട്ടിന്. നമ്മൾ നിന്ന് അവിടുന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. 1/2 ടാങ്ക് ബാക്കി ഉണ്ടായിരുന്നു. 4000 എണ്ണ അടിച്ചു, 1/2 ടാങ്ക് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല 5000 സംതിങ്ങിന് എണ്ണ അടിച്ചു, 1/2 ടാങ്ക് ഇപ്പം ബാക്കിയുണ്ട്. ഞങ്ങൾ എണ്ണ ഫില്ല് ചെയ്തു. അങ്ങനെയാണ് സംഭവം. എനിക്ക് തോന്നുന്നൊരു കാര്യം, പജീറ പോലെ അടുത്ത വില കൂടുന്ന വണ്ടി ഇതായി ഉറപ്പാണ്. സാധ്യതയുണ്ട്. പജീറ പോലെ മാർക്കറ്റ് മാർക്കറ്റ് അല്ലേ? മാർക്കറ്റ് എനിക്ക് അങ്ങനെ തന്നെ തോന്നുവാണ്. ഞാൻ ഉദാഹരണം പറയാം. 11 ലക്ഷം രൂപയ്ക്ക് 2016 എൻഡവർ 3.2 11 ലക്ഷം രൂപയ്ക്ക് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ വന്നു നോക്ക്, അപ്പൊ നിങ്ങൾ വിവരം അറിയും. കിട്ടൂല്ലേ? അതായത് തുമ്പിനെ വിളിക്കുന്ന തുമ്പി ഇടയ്ക്ക് ടൗൺ സ്പീക്കർ ഇട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു 10 എൻക്വയറി വന്നിട്ടുണ്ട്, 2 എൻക്വയറി ഈ സാധനത്തിലേക്ക് വരുന്നത് അല്ലേ? ചേട്ടാ എങ്ങനെയെങ്കിലും എടുക്കാനാ പറയുന്നത് അല്ലേ? ഗൈസ് നോക്ക്, ഞങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ എന്ത് വണ്ടിക്കാ വന്നേ? ഫോർച്യൂണറും ഒരു ക്യാമറ എടുക്കാൻ വേണ്ടി വന്നാ ഞങ്ങള് പിന്നെ നടുക്ക് വെച്ച് പരിപാടി പ്ലേറ്റ് അങ്ങ് തിരിച്ചു. പ്ലാൻ മാറ്റി
പ്ലാൻ ഗൈസ് നോക്കും, ഞങ്ങൾ നടുക്ക് വെച്ച് പ്ലാൻ മാറ്റി. അങ്ങനെയാണ് പിന്നെ എൻഡവറും പിന്നെ കൊറോളയാക്കിയത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ഇങ്ങനെ പുഷ് ചെയ്ത് അത് അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ താക്കോൽ എന്ത് ചെയ്തു തുമ്പി അകത്താണോ? പിന്നെ ഇതുണ്ട്, ഇത് 2019 മോഡൽ ടൈറ്റാനിയം പ്ലസ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതാ പിടിച്ചോളൂ. ഇത് ടൈറ്റാനിയം പ്ലസ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആകെ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഇതുണ്ടാവും, ഇവിടെ ഒരു പുഷ് ബട്ടൺ കാണാം. പിന്നെ അതേപോലെ തന്നെ വേറെ പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറം, അതായത് നമ്മുടെ ഈ കോ ഡ്രൈവർ സീറ്റ് കണ്ടോ, ഈ കാണുന്ന സീറ്റ്, ഇതിൻ്റെ ഇവിടെയും ഇതേപോലെ തന്നെ ഒരു പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവങ്ങളും ഉണ്ടാവും. പിന്നെ 3.6 ഇതിങ്ങനെ ഫ്രണ്ട് ജീവാഗൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ, ജീവാഗൻ. അപ്പോൾ ജീവാഗൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സെയിം ഫീല് ഇത്രയും വരില്ലെങ്കിലും അതിൻ്റെ ഒരു ഒപ്പത്തിനോടൊപ്പം വരുന്ന ഒരു ഫീല് എനിക്ക് ഈ വണ്ടി കിട്ടി. വളരെ അമേസിങ് എന്ന് പറഞ്ഞാൽ വളരെ അമേസിങ്. എന്തുകൊണ്ട് ഇപ്പം ഞാൻ സ്വിച്ച് പിടിച്ചാൽ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കോട്ട് പോയി കഴിഞ്ഞ് നമ്മളിതാ ഈ ബ്രേക്കിലൊന്ന് കാലി വെക്കണം. ഈ പുഷ് ബട്ടണിലൊന്ന് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പം ഇതിൻ്റെ ആകെയുള്ളൊരിതെന്ന് പറഞ്ഞാൽ ഒരു സെൻസർ, ഒരു പാർക്കിംഗ് സെൻസർ മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക്. ആകെ ഒരു ഇതെന്ന് വെച്ചാൽ അത് നമുക്ക് മാറ്റണം, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 സ്ക്രീനാണ്, ഇവിടെ മീറ്ററാണ്. പിന്നെ അതുകൂടാതെ ഇവിടെയാണ് കൺട്രോൾസ്, അതായത് നമ്മുടെ ഈ പനോരമിക് സൺറൂഫിൻ്റെ അതിൻ്റെ ഷീറ്റ്, ലൈറ്റ്, അങ്ങേറ്റത്ത് പോയ സാധനം ഇങ്ങോട്ട് വരും, അങ്ങനെയുള്ള സാധനങ്ങൾ, സംഭവങ്ങൾ. ഓട്ടോമാറ്റിക് ഗിയർ, ഇതാണ് നമ്മുടെ ഹിൽ ഹോൾഡ്, മജാസ്നോ, പിന്നെ ഇത് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഈ വണ്ടിക്ക് ഒരു മെയിൻ പ്രത്യേകത വെച്ചാൽ വണ്ടിയുടെ ഇത് എത്ര തിരിഞ്ഞു മറിഞ്ഞു ഇതുണ്ട്. നിങ്ങൾ ഈ ഇതിൻ്റെ അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ RPM മീറ്ററാണ് കാണിക്കുന്നത്. ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എത്ര ഓടും, എത്ര ഉണ്ട്, ഇത് ടയറിൻ്റെ പ്രഷർ. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് വീൽ എത്ര തിരിഞ്ഞിരിക്കുക, വണ്ടി എത്ര കമന്നിരിക്കുക, ചെരിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപ്പെട്ട എല്ലാ സംഭവങ്ങളും ഈ വണ്ടിയിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. എന്നാ മ്യൂസിക് സിസ്റ്റം തീർ സാധനം കേട്ടോ, തീർന്ന് വെച്ച് കഴിഞ്ഞാൽ തീർ സാധനം. അതായത് നമ്മൾ എന്നാ പറയുക, നമ്മൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണൂലേ, അതിനേക്കാളും ഫീലിംഗ് ഇതിനകത്തെ പാട്ടുകൾ അല്ലേ, സമ്മതിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി, നല്ല പൈസ കൊടുത്ത് നല്ല വണ്ടി പോയി നോക്കുവാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കയറണ്ട, നല്ല വണ്ടി നോക്കി വാങ്ങുവാണേല് ഇതിന് നമ്മൾ എന്താ അവനെ പണിയെടുത്തേ. നമ്മളിപ്പം എത്ര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി തുടങ്ങി അല്ലേ ഗൈസ് നോക്കൂ. അതായത് ഇതിനെ വയർലെസ് ആയിട്ടുള്ള എന്തില്ല, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മറ്റേ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് കാർപ്ലേ ഒന്നും വർക്ക് ചെയ്തില്ല. ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ പത്താംകോട്ടിന് പോവാണ് സുഹൃത്തുക്കളെ. പോവാൻ പിന്നെ പോയേക്കാം. യു ഗോ കം. I know I going. Yeah. You come inside. Yeah. I sit in the car. Yeah. Okay. Come on. Enjoy everybody. ഗൈസ് നോക്കൂ, ലിവിൻ കയറി വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇൻഡിക്കോ ഫുള്ള് വിഷയമായിട്ട്. ഇനി 10 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചു, 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഋഷിയോട് പറഞ്ഞു, കാരണം ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ മൂമെൻറ്റ്. ഒരു 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് തെറി കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മൈക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമുക്ക് നേരെ പത്താംകോട്ടാണ്. എനിക്ക് ഇത്രയും നാള് ഏറ്റവും ഇഷ്ടമുള്ള ലിവിനെ, ഈ വണ്ടിക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. വളരെ സ്മൂത്താണ് സ്റ്റിയറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും പഴം പോലത്തെ സ്റ്റിയറിംഗ് ആണ്. പിന്നെ വേറെ സംഭവം, ഇതിപ്പോൾ SDയിലാണ് കിടക്കുന്നത്, ഡ്രൈവിൽ. എസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാണല്ലോ കറക്റ്റ് ആ ഒരു സ്പോർട്സ് ഫീലിംഗ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ നേരം വെളുത്തിട്ട് സാധനം കഴിച്ചില്ല കേട്ടോ. അതെ ഗൈസ്, നമുക്ക് എന്തെങ്കിലും കഴിക്കണം, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് പത്താംകോട്ട് ആ ചോറും ഇതൊക്കെ കിട്ടുന്ന അന്ന് കഴിച്ചാൽ അവിടുന്ന് കഴിക്കാം. അതാ നല്ല ഫുഡ്. മറ്റൊക്കെ വെറുതെ വണക്കേസ് എന്ന് പറഞ്ഞാൽ ചോറും കിട്ടും. അതെ ഗൈസ്, ഇവിടെ AC ഓണാക്കാം, 2 ക്ലൈമറ്റ് കൺട്രോൾ സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഇത് കണക്ട് ആകാത്തതിൻ്റെ സംഭവങ്ങൾ കാണുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഒരുപ്പെട്ട ഒരു സാധാരണക്കാരന് വേണ്ട എല്ലാ സെറ്റപ്പും ഈ വണ്ടിയിലുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് കാട്ടപരാധമല്ല, കൊലയപരാധമായി മാറും. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നമ്മൾ സാധാ വണ്ടി ഇട്ട് കാണിക്കുന്ന പോലെ കുത്തിയും മറിച്ചും ചവിട്ടി പിടിച്ച് കയറ്റി. ഗിയർ ബോക്സ് എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നതെന്നറിയോ? ഷോറൂമില് നമ്മള് ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാല് ഒരു ടോപ്പ് അപ്പ് ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ 10,000 കിലോമീറ്ററിൽ മാറുന്ന പോലെ തന്നെ എല്ലാ ഒരു 60,000-70,000 കിലോമീറ്ററിൽ ട്രാൻസ്മിഷൻ ഓയിൽ കംപ്ലീറ്റ് നമ്മൾ മേടിച്ചു വിടാൻ പറ്റില്ല, ചോർത്തി കളഞ്ഞിട്ട് പുതിയ ട്രാൻസ്മിഷൻ ഓയിൽ കയറ്റണം. അത് ഈ പറഞ്ഞ പോലെ ആ ഓയിലിന്റെ ആ ഒരു 70,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അതിന്റെ ആ ഒരു വർക്കിംഗ് എഫിഷ്യൻസി കഴിയും. മനസ്സിലായി. അപ്പം നമ്മള് മേടിച്ച അന്ന് തന്നെ കൊണ്ടുവന്ന് ഇതിന്റെ ഓയിൽ മാറ്റി. എത്ര ലിറ്റർ തുമ്പി കയറ്റി? നമ്മള് 6 ലിറ്റർ ഇതിന്റെ ഗിയർ ഓയിൽ മാറ്റി. ഇതിന്റെ മെയിൻ കംപ്ലൈന്റ് വെച്ചാൽ ഈ സസ്പെൻഷനാണ്. കംപ്ലൈന്റ് അല്ല,
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഷോറൂമിൽ പണിത വണ്ടികൾക്കാണ് കംപ്ലൈൻറ്റ് കൂടുതൽ വന്നിരിക്കുന്നതെന്നാണ് ഇത് ഉപയോഗിച്ചൊരു ചേട്ടനോട് ഞാൻ റിവ്യൂ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത്. ഞാൻ കുറേ പേരോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തത്. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ പൈസയുണ്ട്. ടയോട്ടയിലും പൈസ ഉണ്ടോയെന്ന് ചോദിച്ചുണ്ട്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു സാധനത്തിന് വില ചോദിച്ചപ്പോൾ 1,30,30 സംതിങ് ഇത് കാണണം. പിന്നെ സർവീസൊക്കെ കോസ്റ്റ്ലി ആണെന്ന് വെച്ചാൽ അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല അല്ലേ തുമ്പി? അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, ഓക്കെയാണ്. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ, അതായത് പണ്ട് ഞങ്ങൾ ഓമിനിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സംസ്കാർ ടു ലേ ഇതെപ്പോഴും അതാണ് വരുന്നത്. അതായത് മണാലി ആ ഒരു അടൽ ടണൽ റൂട്ടിൽ പോയപ്പം അന്ന് എൻഡവർ കത്തിക്കുന്ന സമയം. ആ എൻഡവർ കത്തിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ സെറ്റപ്പുള്ള വണ്ടി. നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ ഓമിനി അല്ലേ, ഒരു ഗതിയും പരഗതിയില്ലാത്ത സാധനം. അതായത് റിവേഴ്സ് ഗിയറും ഇല്ല, സെക്കൻഡ് ഗിയറും ഇല്ല, ഒന്നുമില്ല. അപ്പം അന്ന് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാണിക്കാന്ന് ഞാൻ ലിവിനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇല്ലാത്ത ഫെസിലിറ്റി, കാരണം അതെ ഹീറ്റിംഗ് ഉണ്ട്. നമ്മളെ ഒരു വണ്ടിക്കും നമ്മൾ മേടിച്ച ഒരു വണ്ടിക്ക് പോലും തണുപ്പത്ത് എന്ന് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇടാൻ പറ്റിയ സെറ്റപ്പില്ല. ഇതിന് അതൊക്കെ ഉണ്ട്, അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതിന് നമുക്കിപ്പോൾ ചെന്ന് ഇപ്പോൾ മഞ്ഞത്തില്ലാണ് മഞ്ഞിൻ്റെ ഓപ്ഷൻ ഇട്ടാൽ അത് പിന്നെ വർക്കാവും, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബസ് കൊണ്ടോ ട്രാവലർ കൊണ്ടോ ചെയ്യണമെന്ന് വിചാരിച്ച റൂട്ടാണ് ഇതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടല്ലടാ, നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്, പിന്നെ വലിയ ദൂരം ഇല്ലല്ലോ. അതെ, അപ്പം നമുക്ക് പോയി കാര്യങ്ങൾ ചെയ്തു വരാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതുകൊണ്ട് വന്നത്. ലോകത്തിൽ നമ്മൾ ഒരു യാത്രികൻ എന്ന നിലയിൽ നമ്മൾ ഓടിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കില്ലർ ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ഓടിക്കുകയാണ്. ചുക്കാമണി വരുന്നില്ലേ? ഇന്നലെ കാലി വാരിയതാ വൈകിട്ട്. ഇന്നലെ കറക്റ്റ് ആയപ്പോൾ കാലി വാരി ഞങ്ങൾ ശപിച്ചു കളഞ്ഞു. അങ്ങനെ കൂടി ഇന്നലെ സരോജിനി മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങള് 2000 രൂപയുടെ വെച്ച് 3 കോട്ട് മേടിച്ച് അതും ഇട്ട് പിന്നെ തല വെക്കുന്ന ഹുഡിയും സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഒരു 100 രൂപയുടെ ഗ്ലൗ മേടിക്കണം. ഇപ്പൊ എത്ര ദിവസമായി? എത്ര? അയ്യോ നോക്കിയേ, ഒരു വണ്ടി കിടക്കുന്ന നോക്കിയാടാ. അവൻ എങ്ങനെയാ അത് പോയടാ? അങ്ങോട്ട് പോയിക്കാടാ. പുതുപുത്തല്ല ഇല്ലാണ്ട് അത് പെട്ടെന്ന് എടുക്കും. KCBക്ക് വേണ്ടി ഓടിയതാ. KCBക്ക് വേണ്ടി ഓടിയതാ. ഗൈസ് നമ്മുടെ വണ്ടി കഴുകിയിട്ടൊന്നുമില്ല. കഴുകിക്കഴിഞ്ഞാൽ നല്ല ടോപ്പ് പെയിന്റ് ആണ്. അങ്ങനെ വലിയ കുഴപ്പമൊന്നും. ഞങ്ങൾ കണ്ടതിൽ ഞങ്ങൾക്ക് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര അന്വേഷിച്ചിരുന്നില്ല. ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് 2016 ടൈറ്റാനിയം ആയിരുന്നേ. അപ്പം അത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പം അങ്ങനെ പോയി പിന്നെ പുഷ് ബട്ടൺ ഉള്ള എടുക്കാന്ന് വിചാരിച്ചു. അതെ 16ന്റെ വിലയ്ക്ക് 19 കിട്ടി. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ അങ്ങ് എടുത്തു. എന്നാ തുമ്പിച്ചേട്ടൻ പിന്നെ പറഞ്ഞ വില എന്നാ പറഞ്ഞ ഞങ്ങളത് പരമാവധി ചവിട്ടി ഇരുന്നാണ് വാങ്ങിയത്. അപ്പൊ എല്ലാ കച്ചവടത്തിനും ഈ വിലക്ക് കിട്ടണമെന്നില്ല. അങ്ങനെയാകുമ്പോ ഞങ്ങൾ ഇതിന്റെ വില പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് മാർക്കറ്റിന് അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതെ ആരും വണ്ടി എടുക്കൂല. ഇത് നമുക്ക് ലോട്ടറി അടിക്കുന്നതല്ല, ചാൻസാ, ലക്കിന് കിട്ടിയതാ. അതെ, എപ്പോഴും കിട്ടണമെന്നില്ല. അന്ന് നമുക്ക് സഫാരി കിട്ടുമല്ലേ അല്ലേ? ഇനി ഞാൻ ഇത് തപ്പി നടന്നു കഴിഞ്ഞാൽ 1 കൊല്ലം നടന്നാലും വണ്ടി കിട്ടില്ല. ഇല്ല, ഇന്നത്തെ ആദ്യത്തെ ടോളല്ല, ടോൾ കൊടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യമില്ല, കൊടുത്തല്ലേ പറ്റുള്ളൂ. ഈ ലോകരാജ്യത്ത് എല്ലായിടത്തും ഉള്ള സമ്പ്രദായമാണ്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും കുറവ് നമ്മുടെ ഇന്ത്യയിലാണ്. അതെ അല്ലേ? അല്ലേ ഗൈസ് നോക്കൂ, ലാബോസി പോലും ഡോളറാ. ഈ റഷ്യയിൽ ഞങ്ങൾ 8000 രൂപയൊക്കെ ടോൾ കൊടുത്താട്ടോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് മോസ്കോ റൂട്ടിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ കാണുന്ന ടോൾ കൊടുക്കുന്നു. നമ്മൾ അടുത്ത പത്താംകോടിൻ്റെ ഭാഗത്തുണ്ട് ഫുൾ ആർമിപരമായ കാര്യങ്ങളാട്ടോ, ഫുൾ എല്ലാ സ്ഥലത്തും. അതായത് അവരുടെ വിന്യാസങ്ങൾ, അവരുടെ സംഭവങ്ങൾ. ഏതാണ്ട് 30 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? നമ്മൾ നേരെ ചെല്ലുന്ന ജംഗ്ഷനിലേക്കാ, ഓർക്കുന്നുണ്ടോ? അവിടെ പോകണ്ട. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ അവൻ നമ്മളെ അപ്പൊ ഇതിലെ ഇടവഴിയല്ലേ? അതെനിക്കറിയാം, അതിലേ പോവാം. ഗൈസ് നോക്കിയിട്ടുണ്ടോ ആർമിയുടെ വെഹിക്കിൾ നോക്കി? ഇതെല്ലാം ജനറേറ്ററോ സെൻസറുകളോ ഒക്കെ കേട്ടോ. സെൻസർ അല്ല, റഡാറുകൾ. ഇതുണ്ടോ ഫുൾ അത് തന്നെ, ഫുള്ള് ടാറ്റയിലാണല്ലോടാ ലിവിന്. ഇനിഷ്യൽ പിക്കപ്പ് കൂടുതൽ ടാറ്റയ്ക്കല്ലേ? അതെ. അങ്ങനെ ഞങ്ങൾ വണ്ടി കൈമാറാൻ വേണ്ടി പോവാണ് അല്ലേ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോർണിംഗ് ഷെഡ്യൂളായിരുന്നു, ഇപ്പം തുമ്പി ഷെഡ്യൂളാണ്. തുമ്പി കയറി. ഗൈസ് ഒരു ക്ഷീണമല്ല കേട്ടോ ലിവിനെ, ഒരു രീതിയിലുള്ള ക്ഷീണമില്ല കേട്ടോ. അല്ലേ? സാധാരണ നമ്മള് അക്കോഡ് പക്ഷേ വേറെ മൂടാട്ടോ, അത് ഇതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത സ്വപ്നം എന്ന് വെച്ചാൽ ക്യാമറ മേടിക്കാന്നുള്ള കേട്ടോ. അക്കോഡിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ക്യാമറയ്ക്കേ പറ്റുള്ളൂ അല്ലേ തുമ്പി? സെറ്റപ്പ് അല്ലേ? സെറ്റപ്പ് ആണ്, റിലയബിൾ ആണ്. ബാറ്ററി പോയ കണ്ണിൽ നിന്നും 3 ലക്ഷം രൂപയാ മറ്റേ 3 പറഞ്ഞത് ഹൈബ്രിഡിന്റെ ബാറ്ററി. ഷോറൂമിലെ വില, ആഫ്റ്റർ മാർക്കറ്റ് 160 140. വാറണ്ടി ഇല്ലെന്നല്ലേ ഉള്ളൂ. ചെക്കിങ് ഇവിടെ സ്ഥിരമുള്ള സാധനം കേട്ടോ.
വേറെ കൂടപ്പറപ്പാ ഇത്. പിന്നെ അങ്ങോട്ടും പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ എത്ര പ്രാവശ്യം പത്താങ്കോട്ട് വന്നിട്ടുണ്ടെന്നറിയാവോ? നിങ്ങൾ പറഞ്ഞേ വിശ്വസിക്കത്തില്ല കേട്ടോ, വിശ്വസിച്ചേ പറ്റുള്ളൂ. എന്നാലും നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ ലിബിനെ. പത്താങ്കോട്ട് എന്തും വന്നു നമുക്കൊരു വണ്ടി എടുക്കാം എത്ര 4 വട്ടം കണ്ട് നമ്മൾ വന്നിട്ട് നമ്മളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ പണ്ട് മുതലേ ഈ തടി ലോറി അതും ഇതൊക്കെ ആയിട്ട് പണ്ട് പോലെ പിടിക്കുന്നതാണ്. അത് നമ്മളൊന്നും അല്ല ആദ്യമായിട്ട് എടുക്കുന്നത്. കാരണം അങ്ങ് എനിക്ക് തോന്നുന്നത് ഈ റിക്കവറി പർപ്പസിന് പിന്നെ ഈ പൊളി ടീമുകൾ പിന്നെ അതുപോലെ തന്നെ ബോർവീലിന് വേണ്ടി കണ്ടമാനം വണ്ടി ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ തമിഴന്മാർ പിന്നെ അതുപോലെ മലയാളികൾ ബോർവീലിന് ഈ വണ്ടി ഉണ്ടല്ലോ വിദേശ രാജ്യത്ത് ആഫ്രിക്കയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഈ നമ്മൾ മേടിക്കുന്ന സ്റ്റാലിനും ടാറ്റയൊക്കെ പിന്നെ ആഫ്രിക്കയിലൊക്കെ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് പോയി ബോർവീൽ അടിക്കുന്ന ടീമുകളുണ്ട്, അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ആദ്യം വന്നു തുടങ്ങിയ ജിപ്സി അങ്ങനത്തെ കാറുകളായിരുന്നു കേരളത്തിൽ. ജിപ്സി അല്ലേ തുമ്പി ആദ്യം വന്നു? ആദ്യം ആർമി ജീപ്പ്. അതാണ് ആദ്യം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഈ ബുള്ളറ്റ് ഒക്കെ ഇല്ലേ, ബുള്ളറ്റിന്റെ കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുള്ളറ്റ് ഇവിടുന്ന് റീഫർ പഠിച്ചിട്ട് ഇവര് വെളിയിലോട്ട് കാനഡയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. പെർ ബുള്ളറ്റിന് 70,000 തൊട്ട് 80,000 തൊട്ട് 90,000 തൊട്ട് 1.10 വരെ വില വരും. ഇത് കണ്ടീഷൻ അനുസരിച്ചാണ് ഇവിടുത്തെ ഇതിന്റെ മാർക്കറ്റും സംഭവങ്ങളൊക്കെ. പണിതെടുക്കണം. യെസ്, ലിബിൻ പറഞ്ഞ് കറക്റ്റാണ്, പണിതെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കളവാണ് പത്താങ്കോട്ടിലെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് വണ്ടിക്ക് പൈസ കൊടുക്കുന്ന പോലെ അല്ല ഇവിടെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നല്ല രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. കാരണം ഇതൊരു വേറെ ലീഗാണ്. ആ ലീഗിൽ നമ്മൾ ചെന്ന് പെട്ടാൽ, കാരണം എടുത്ത കുറേ പേര് വണ്ടി കൊണ്ട് പെട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം പറയാം. മെയിൻ്റനൻസും മറ്റു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടണം. പിന്നെ അതുകൂടാതെ നമ്മൾ എന്തുകൊണ്ട് ഈ വണ്ടി അവിടെ നിന്ന് എടുക്കുന്നു ഇവിടെ നിന്ന് എടുക്കുന്നു, എന്തുകൊണ്ട് ഏത് വണ്ടി എടുത്തു, എന്താണ് കാരണം എന്നുള്ളതെല്ലാം നിങ്ങളോട് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അല്ലേ തുമ്പി? അപ്പോൾ ആരെടുത്തു നിന്ന് എടുത്തു, എന്തെടുത്തു, അതെങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. കാരണം അത് ചെറിയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഇത് വളരെ മൈന്യൂറായിട്ടുള്ള ആളുകൾ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഒരു അറിവിലേക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. എവിടെ ചെന്നാലും ഈ സാധനം ഇപ്പം ദില്ലി, അതായത് ദൈവമേ അതിൻ്റെ അതൊന്നും പാർസൽ അയച്ചു കഴിഞ്ഞാണല്ലോ കാര്യത്തിൽ തീരുമാനവും. ഇന്നുള്ളത് നാളെ കഴിഞ്ഞ് പോലും കിട്ടത്തില്ല. ഓണത്തിന് അയച്ചാൽ ക്രിസ്മസിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിലും BRL ആട്ടോ. അപ്പം BRLൻ്റെയും ഡെലിവറിയുടെയും വണ്ടികൾ പല സ്ഥലത്തും നമുക്ക് കാണാം. പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് പിന്നെ ചെറുത്, അതായത് അതല്ല ലിബി. ഇതിൻ്റെ അത് പോകുന്ന സർവീസേ വലിയ ഹെവി ലോഡല്ല, വെയിറ്റ് ഇല്ലാത്ത സൈസോടെ. പക്ഷേ BRLൊക്കെ വലുതാ അല്ലേ? BRLൊക്കെ എന്തും പിടിക്കും. അപ്പം അങ്ങനെ. അപ്പം നമ്മളിവിടെ നേരെ ഇനിയിപ്പം വലിയ ദൂരമൊന്നും ഇല്ല. നമുക്ക് ഒരു കൂടിപ്പോൾ ഒരു 10-30 കിലോമീറ്റർ ഉള്ളൂ ഇനി പത്താങ്കോട്ടിന്. ഇനി അങ്ങോട്ട് നമുക്ക് അവിടെ ചെല്ലാൻ നേരെ ചെന്ന് ഭക്ഷണം കഴിക്കണം. അതിന് ശേഷം ഫുഡ് അല്ല അന്നത്തെ ദിവസം പോകും, ഗ്യാസ് കയറും, അന്നത്തെ ദിവസമേ പോകും. അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അല്ലേ തുമ്പി? 100 അറിയുന്നില്ലല്ലോ. വീലിന്റെ ആണോ? എനിക്കൊന്ന് ഈ വീലല്ല സാധാ വീലാണ് ഇതിലും ഫീലിംഗ് കിട്ടിയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച സാധനം അല്ലല്ലേ തുമ്പി? സിഗ്മ ഗിയർ സെറ്റപ്പ് ഉണ്ടോ? സിഗ്മക്ക് വണ്ടി ഡ്രൈവിംഗില് നിങ്ങൾ നോക്കണ്ട. ഡ്രൈവിംഗ് ഓൾമോസ്റ്റ് കമ്പാരിറ്റീവ്ലി എല്ലാം ഒരേപോലെയാ ഏകദേശം ഒക്കെയാ. പക്ഷെ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചീറി നിൽക്കും. അന്നെന്താ 35 35 എന്തോ ആയിരുന്നു എക്സ് ഷോറൂം. ഓൺ റോഡ് ഇറങ്ങി വരുമ്പം 42 43 രൂപ വരും. അന്ന് സിഗ്മയ്ക്ക് 50 രൂപ 45 രൂപ എങ്ങനെ ഉണ്ട്? 19 ഉണ്ട്, 40 സംതിങ് ഉണ്ട്, 46 47 അത്ര എങ്ങനെ അന്ന് വിലയുണ്ട് കേട്ടോ സിഗ്മയ്ക്ക്. വേറെ കാര്യമുണ്ട്. പക്ഷെ പുതിയ മോഡൽ കേസല്ലേ പറയുന്നത് ഫോർച്യൂണർ പഴയതായിട്ട് കണക്ക് കൂട്ടും. പുതിയതിന് 55 രൂപ വിലയുണ്ട്. അല്ല പുതിയതായിട്ടല്ലേ ഇതായിട്ടല്ലേ ഇപ്പം 2.2 പൈസ കൂടുതലാ. ഏതാ ലാസ്റ്റ് വേർഷന്? ലാസ്റ്റ് എൻഡോവറിനോ 2.2 അല്ല, ഞാൻ ഈ 3.2 ടൈറ്റാനിയം പ്ലസിന്റെ വില പറഞ്ഞത്. ഇതിന് എത്ര ഉണ്ടായിരുന്നു? 36 ഓൺ റോഡ് അല്ല ഇത് ഇതിന്. പിന്നെ ഇതിപ്പോ ഉണ്ടായിരുന്നില്ലേ ഫോർച്യൂണറൊക്കെ മൂലിക്കിരുന്ന. പക്ഷെ വേറെ കേസ് ഉണ്ട്, ഫോർച്യൂണറിന് റിലയബിലിറ്റി കൂടില്ല. മീൻസ് അങ്ങനെ എന്താ പറയാ, നമുക്ക് കംപ്ലൈന്റോ പിന്നെ റീസണബിൾ ആണ്. 5 ലക്ഷം 10 ലക്ഷം ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയ സംഭവങ്ങൾ വരില്ല. പക്ഷെ എൻഡോവർ എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ സ്പെക്ക് വണ്ടിയാണ്. ഇതിന്റെ പല സാധനങ്ങളും USA എന്നാണ് കൊണ്ടുവരുന്നത്, കുറച്ചൊക്കെ ചൈനയിൽ നിന്ന്. അപ്പം ഇത് രണ്ടിൻ്റെ കമ്പാരിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം റിലയബിലിറ്റി എപ്പോഴും ഫോർച്യൂണർ തന്നെയാണ് ഈ ലോകരാജ്യത്ത്. അങ്ങനെ അല്ലായിരുന്നല്ലോ കഴിഞ്ഞ കഥയില്. നാട്ടിലുള്ള ഏതോ ഒരു ചേട്ടൻ പോയപ്പോ മണ്ടൻ പോകുന്ന കണ്ട് പറഞ്ഞത്. ഞങ്ങൾക്ക് പണ്ട് ഫോട്ടോ എടുക്കുന്നവരോട് ഒരു പുച്ഛം, എന്താ ഈ പുള്ളി കാണിക്കുന്നത്, ഇത് എന്താ ഇത് ഓടിച്ചിട്ട് എന്താ കാര്യങ്ങൾ. ഇപ്പൊ ഇത് ഉപയോഗിച്ചപ്പോഴല്ലേ ഇതിന്റെ ഒരു സംഭവം നമുക്ക് എന്താന്നുള്ള മനസ്സിലായി. പക്ഷെ
ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ഇതിലും കുറച്ചും കൂടെ സെറ്റപ്പായിട്ട് തോന്നുന്നത് അക്കോർഡാണ്. അക്കോർഡിലെ യാത്ര ഇറ്റ് ഈസ് വെരി പ്രീമിയം, വെരി നൈസ്. പക്ഷെ അതിലും സൂപ്പറാണെന്നാണ് തുമ്പി ക്യാമറയെ കുറിച്ച് പറഞ്ഞത്. അപ്പം ക്യാമറ എടുക്കണമെന്ന് ചെറിയ പൂതിയുണ്ട്. ഇപ്പം അല്ല, 2 വർഷമൊക്കെ കഴിഞ്ഞ്. ഇതിനെ കുറിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ നേരത്ത് നമ്മൾ മിസ്റ്റർ റോണിസ് ആണ് ഞങ്ങളുടെ ആപ്പ് ഉണ്ടാക്കുന്ന ആപ്പ് പുള്ളിക്കാരനല്ലേ, ആ പുള്ളിക്കാരൻ. അപ്പൊ ആ പുള്ളിക്കാരനാണ് നമ്മളോട് പറഞ്ഞത്, അതായത് ഈ നമ്മൾ ഫോർച്യൂൺ എടുക്കാണ്ട് തീരുമാനിച്ച് അതിനൊക്കെ തുമ്പിയോടെ എല്ലാം പറഞ്ഞ് സെറ്റപ്പ് ആയി. തുമ്പി കുറെ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചാ ഞങ്ങൾ ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റി നമുക്കന്ന് എൻഡോർ പിടിച്ചേക്കാന്ന് പറഞ്ഞു. തുമ്പിയുടെ കിളി മാറിപ്പോയി, കാരണം പറഞ്ഞ സാധനമല്ലോ പിന്നെ പറയുന്നത്. അപ്പം നമ്മളോട് ഇതേപോലെ രാഹുൽ പറഞ്ഞു അവൻ ഇതാ എടുക്കാൻ പോകുന്നത്, ഇത് വമ്പ സംഭവം, ചീറും പായും അതാ ഇതാന്നൊക്കെ പറഞ്ഞു. പുഷ്പട്ടം തന്നെ വേണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതങ്ങ് എടുത്തു. ഗൈസ് അങ്ങനെയാണ് ഇതിന്റെ സംഭവം. ഇത് പിന്നെ ഇവരൊരു മെയിൻ സംഭവം കേട്ടോ. അതായത് ഇവരെ എന്നാ പറയാ, ഇവരിങ്ങനെയാ സ്ഥലം തരത്തില്ല. അവർ പോയി കഴിഞ്ഞ സ്ഥലം കിട്ടത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലെങ്കിലും അന്യ സംസ്ഥാനങ്ങൾ ഇങ്ങനെയുണ്ട്. ഇനി ഇവർ തമ്മിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഇതൊക്കെ നമ്മളിന്ന് ഹോണങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ അമ്മ മനഃപൂർവ്വം സ്ലോയും ആക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ് ഈ കാണുന്ന ഈ റൂട്ടിലേ നമ്മൾ ഡൽഹിയിൽ നിന്ന് പത്താൻകോട്ട് പോകുന്ന റൂട്ട് ഭയങ്കര തിരക്കാട്ടോ അല്ലേ തുമ്പി? ഇവിടെയുള്ളേ എല്ലാ പോലീസ് വണ്ടി അത്യാവശ്യം നല്ല കേട്ടോ. പഞ്ചാബിൻ്റെ ഒന്ന് ക്യാമ്പർ, ഇതേപോലത്തെ ക്യാമ്പറാണ് അവർ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത് മൊത്തം ഹൈലക്സ്, ഇങ്ങനെയുള്ള ടോപ്പ് വണ്ടികൾ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി വണ്ടികൾ ഉപയോഗിക്കുന്നത് പഞ്ചാബ് പോലീസാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും ടോപ്പ് വണ്ടികളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് മൊത്തം. നമ്മൾ പത്താംകോട്ടിനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു ചെറിയൊരു ഹെയർ പിന്ന്, വലിയതല്ല, ഇങ്ങനെ കയറി ഇറങ്ങിയാണ് നമ്മൾ ഈ പത്താംകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. വണ്ടി കണ്ടേ ഈ വഴി എവിടുന്നാണ് തുമ്പി നമ്മൾ വഴി കണ്ടേ? ഓർക്കുന്നുണ്ടോ? വഴിയിൽ അല്ലേ, കുറച്ച് മേളിൽ എവിടുന്ന വഴിയെന്നല്ലേ നമ്മൾ കണ്ടേ? ആ ഗൈസ് കുറച്ച് മേളിൽ എവിടുന്ന കേട്ടോ വഴിയിൽ നമ്മൾ ഈ സംഭവം കണ്ടേ. അന്ന് നമ്മൾ ട്രക്കിൽ ഓഫ് ലോഡ് ചെയ്ത സമയം. അതെ, പാലം പണിയാൻ മറന്നുപോയി ഗൈസ്. അല്ലടാ പഴയതാ, ഇത് ഫുള്ള് ഇടിച്ച് പൊളിഞ്ഞ് നശിപ്പിച്ചല്ലോ. ഇതെന്നത് ഒന്നും പിടുത്തം കിട്ടുന്നില്ല. മലയുടെ പകുതി പോയല്ലോ. അവിടെ തന്നെ ഒരു മലയുടെ പകുതി പോയ അവിടെ ഒന്ന് പാലം പണിയുക. എന്തൊക്കെയാണോ സെറ്റപ്പ് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഹൗ ഈ കാണുന്ന ഈ ഒരു ഇവരുടെ ഒരു പ്രത്യേകത. അതാ പിടിച്ചു. ഇതാ ഗൈസ് ചെക്കി. നമ്മളെ പിടിക്കൂല, നമ്മളെ പിടിക്കും. ഇല്ല നമ്മുടെ വണ്ടി അച്ചാർ, നമ്മുടെ വണ്ടി പിടിച്ചു. ഇല്ല പോട്ടെ, അത് പിടിച്ചു. ഇല്ല അതെ, ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിച്ചു. അടിപൊളി. ഹെൽമെറ്റ് ഇല്ലാത്ത എല്ലാവർക്കും എൻ്റെ സന്തോഷവും എൻ്റെ ഒരു എന്നാ പറയാ ഒരു ആനന്ദം, എൻ്റെ സന്തോഷവും. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ റോഡിലിറങ്ങി നിങ്ങൾക്ക് പോലീസ് തരുന്ന ആ ഒരു ഗിഫ്റ്റ് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഗൈസ് ഒരിക്കലും ബൈക്കിൽ യാത്ര ചെയ്യുന്നൊരു ഹെൽമെറ്റ് ഇല്ല പുറത്തിറങ്ങരുത്. ശുദ്ധ അസംബന്ധമാണ്. അതായത് സ്വന്തം നമ്മൾ കുന്നിൻ്റെ മേളിൽ കയറിയിട്ട് ചാടുന്നതിന് തുല്യമാണ് അല്ലേ തുമ്പി? ശരിയല്ലേ? ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കരുത് കേട്ടോ. അതായത് ഇറ്റ് ഈസ് വെരി ഡേഞ്ചർ. കാരണം ഞങ്ങൾ അന്ന് എറണാകുളത്ത് നിന്ന് ആ പയ്യനെ രക്ഷിച്ചു, മറ്റേ അന്ന് ആക്സിഡന്റ് പറ്റി ഒരു പയ്യനെ എടുത്തുകൊണ്ട് നമ്മൾ ആശുപത്രി. അവന് ഹെൽമെറ്റ് ഉണ്ടെന്ന് അവൻ രക്ഷപ്പെട്ടാൻ. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവൻ്റെ തലയ്ക്ക് അത്ര മേജർ ഇഞ്ചുറി പറ്റിയത്. ഇവിടെ പിന്നെ ഒറ്റ മനുഷ്യന് ഇത് വെക്കാറില്ല കേട്ടോ. ഇതുണ്ടോ, ഒരാൾ പോലും ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുക. പക്ഷെ ഇടുന്നവരും ഉണ്ട് കേട്ടോ തുമ്പി, ഇടുന്നവരും ഉണ്ട്, ഇടാത്തവരും ഉണ്ട്. ഇവിടുത്തെ ട്രെൻഡ് ഇപ്പൊ ട്രെയിലർ ആട്ടോ, സിഗ്നൽ ട്രെയിലർ. പഞ്ചാബിലെ ഹെൽമെറ്റ് വേണ്ടെന്നുള്ള എന്തോ ഒരു ഇതുണ്ട് അവർക്ക്. ആണോ? ഇവരെന്തോ സംഭവം ഉണ്ട് കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെങ്ങാനോ ഇതുപോലെ പൂഴിയും കൊണ്ട് പോയിരുന്നപ്പം കുറ്റിക്കകത്ത് കയറിയാനെ. ഇത് പുഴയിലെ കല്ല്, അത് നീ നോക്ക്. നമ്മുടെ നാട്ടിലെങ്ങാനും പുഴയിലെ കല്ലൊക്കെ ഇതുപോലെ പുറക്കുക. ഞാൻ വണ്ടി ലോഡ് മൊത്തം പുഴക്കല്ല. ശരിയാ, പുഴയിലെ കല്ലാണല്ലോ. പൂഴി പബ്ലിക്കായിട്ട് പകല്. നമ്മുടെ നാട്ടിലെങ്ങാനെ കുറ്റിക്കകത്ത് കയറി. ആണോ? മറ്റേ പൂണ്ട്, മറ്റേ പോണ്ടിലൊക്കെ ഇടുന്ന സാധനം, മീൻസ് ചെറിയ ചെറിയ സാധനത്തിനകത്ത് ഇരുന്ന്. അത് ഇവിടുന്ന് വരുന്നല്ലേ, മീൻസ്പ്പെടുത്തിയ കല്ല്. ഗൈസ് ഇത് കണ്ടോ, ഇതാണ് ഇവർ സാധാരണ ആളുകളുടെ വീടുകൾ കേട്ടോ. ചേരിയല്ല, ഒരു എന്താ പറയുക, ടൗണിനോട് ചേർന്നിരിക്കുന്ന കിടിലം വീടുകളാണ്. അതായത് വില്ലേജ് അല്ല, ടൗണിനോട് ചേർന്നിരിക്കുന്ന വീടുകൾ. ഇങ്ങനെ അടുപ്പിച്ച് വീടുകൾ കേട്ടോ. ഇവരുടെ ഒരു രീതി അങ്ങനെയാണ്. ഇവരുടെ ഈ നമ്മൾ എന്നാ പറയാ, കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാട്ടോ, ഇങ്ങനെ അടുപ്പിച്ച് ഇവരുടെ വീടുകൾ എങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസിക്കും. നമ്മുടെ കട എത്തി കേട്ടാ. ഞങ്ങൾ അന്ന് കഴിച്ചു ഇവിടുന്ന്. നമ്മുടെ അല്ല, ആ ചേട്ടന്റെ കടയിൽ ഞങ്ങളുടെ കട നമ്മൾ കഴിക്കാൻ പോകുന്ന. അതായത് അങ്ങനെ കഴിച്ചു. അമ്മാമ്മൻ്റെ അതൊക്കെ പിന്നെ ശ്രദ്ധിക്കണേ. എൻ്റെ അമ്മോ. ഗൈസ് ഫൈനലി ഞങ്ങൾ കഴിക്കട്ടെ. ഈ കാണുന്ന കടയിൽ നിന്നാണ് കഴിക്കുന്നത്. നമ്മുടെ ചെറുക്കനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു അമ്മാമ്മണ്ടി നോക്കിയേ, ഒരു അമ്മാമ്മണ്ടി. എന്നാ വണ്ടിയാന്ന് നോക്കിയേ. ഇത് കൊടുക്കാൻ വെച്ചാ താക്കോൽ എൻ്റെ കയ്യിലാണോടാ? ആണോ? താക്കോൽ എൻ്റെ കയ്യിലല്ല തുമ്പി. അതെ തുമ്പി,
അല്ല തുമ്പി അല്ല തുമ്പി അതെ തുമ്പി അതെ തുമ്പി അതെ അതെ എൻ്റെ ഇല്ല അതെ തുമ്പി സോറി ഐ ആം എക്സ്ട്രീംലി സോറി. എന്നാ ലിവിന അങ്ങോട്ട് തുടങ്ങി, സംശയം തുടങ്ങി. വാ, നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച അതേ കട തന്നെ, അവിടെ നിന്ന് തന്നെ ഇപ്രാവശ്യം കഴിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ബോഗികൾ പൊക്കി വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് ഇത് ആർമിക്കൊക്കെ തന്നെ കൊടുക്കുമായിരിക്കും തോന്നുന്നുണ്ട്. എന്തെങ്കിലും ബോഗിക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പുള്ളി ഇന്ന് നോക്കാനത് ഈ പുണ്ടച്ചിമോൻ ഇതാ ഒലക്കയും പിടിച്ചോണ്ട് വരുന്നെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലേ ലിവിനെ? പുള്ളി ഇന്നും നോക്കാനത് നമ്മൾ ഈ സാധനം പിടിച്ചോണ്ട് വന്നേക്കുക. ഗൈസ്, ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോൺ വെജ് കിട്ടുന്ന സ്ഥലത്ത് എല്ലാം മദ്യം അടിക്കും. അപ്പോൾ ഞങ്ങളുടെ ചുറ്റിയിരിക്കുന്ന എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അത് എല്ലായിടത്തും നമ്മൾ കള്ളിഷാപ്പിലെ എവിടെ ചെന്നാലും കള്ളിഷാപ്പിലല്ലേ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുക. അത് ഇവിടെ വന്നാലും ബാറിലായിരിക്കും ഏറ്റവും നല്ല ഫുഡ് കിട്ടുക. അല്ലേ തുമ്പേ? അതെ. ചിക്കൻ ഗ്രേവി, ഇത് റാഡ ചിക്കൻ, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ദൈ വന്നു, ചോറ് വന്നു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വന്നു, കാലിമിർച്ചി, സാധനം കിട്ടി. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ഫുഡ് ഇതാട്ടോ. കഴിക്കട്ടെ. നല്ല ഭക്ഷണമേ, നമുക്ക് പറ്റിയ ഭക്ഷണമാണ്. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേടാ ലിബിയ? അതെ. പക്ഷെ ഒറ്റ കാര്യം, മൂട്ടിലാരെങ്കിലും തീ തന്നോ? പെട്ടെന്ന് പോകുന്നേ. നല്ല ഭക്ഷണമായിരുന്നു. ഒറ്റ കാര്യമുള്ളൂ, കഴിക്കുന്നതോടെ വരെ മിണ്ടരുത്. കഴിച്ചു കഴിഞ്ഞിട്ട് പറയാ എൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഉള്ളത്. പൈസ അവിടെ മേടിക്കത്തുള്ളൂ. നമുക്കിനി അവിടുന്ന് കരിമ്പൻ ജ്യൂസും കൂടെ കുത്തി കയറ്റിട്ട് പോകാൻ തുമ്പി. ഇല്ലല്ലോ എടുക്കുക.